Hi dears, welcome to Study Chips. Class 3 Maths Chapter 12 at a glance. മീനിങ് ഒറ്റ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ നിന്നുള്ള പാഠഭാഗമാണ്. ഇതിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് അല്ലേ, അറ്റ് എ ഗ്ലാൻസിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, എത്ര എണ്ണം വീതമുണ്ട് അല്ലെ. ഇതുപോലെ തന്നെ ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ് അല്ലേ. മുഴുവൻ എന്താണ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എണ്ണി കൗണ്ട് ചെയ്യാനും അല്ലേ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഫ്രൂട്ട് സലാഡ്. ദി ചിൽഡ്രൻ ഇൻ മിലൻസ് ക്ലാസ് ബോട്ട് ഫ്രൂട്ട്സ് ടു മേക്ക് ഫ്രൂട്ട് സലാഡ്. മിലൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളിൽ എന്താണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് വാങ്ങുകയാണ്, ബോട്ടിലെ വാങ്ങുകയാണ്. ഡു യു ഹാവ് ആൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്? നിങ്ങളുടെ അടുത്ത് എല്ലാ തരത്തിലുള്ള ആൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടോ, എല്ലാ വിധത്തിലുമുള്ള എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടോ? ഹൗ മെനി ഓഫ് ഈച്ച് ഫ്രൂട്ട് ആർ ദർ അല്ലേ, ഓരോന്നും എത്ര വീതമുണ്ട് അല്ലേ. ഹൗ മെനി ഓഫ് ഈച്ച് ഫ്രൂട്ട് അല്ലേ, ഓരോ ഫ്രൂട്ടും എത്ര വീതമുണ്ട്. ഹൗ ക്യാൻ വി കൗണ്ട് ഇഫ് ദേ ആർ മിക്സ്ഡ് അപ്പ് ലൈക്ക് ദിസ് അല്ലേ. ഇതിങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് എണ്ണി നോക്കൂലേ, കൗണ്ട് ചെയ്യില്ലേ. ഹൗ ക്യാൻ വി കൗണ്ട്, നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യും. ഇഫ് ദേ ആർ മിക്സ്ഡ് അപ്പ് അല്ലേ, അത് ഇങ്ങനെ മിക്സ് ആയിട്ടില്ലേ കൂടി കലർന്നിട്ട് മിക്സ്ഡ് അപ്പ് ലൈക്ക് ദിസ് അല്ലേ, ഇതുപോലെ മിക്സ് ആയിട്ട് കൂടി കലർന്ന് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യും. ലെറ്റ് സോർട്ട് ദം, നമുക്കതിനെ വേർതിരിക്കാം. സീ ഹൗ ദി ഫ്രൂട്ട്സ് ആർ സോർട്ടഡ് അല്ലേ, എങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് സോർട്ട് ചെയ്തത്, വേർതിരിച്ചതില്ലേ. ഓരോ ഫ്രൂട്ട്സ് എടുത്തിട്ട് നിരത്തി വെക്കുക. ഇപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാനും സുഖമാണല്ലേ. ഇപ്പോൾ നമുക്ക് ഓരോന്നും എണ്ണി നോക്കാം. അപ്പോൾ ഇത് ഓരോന്നും എണ്ണി നോക്കിയിട്ട് താഴെയുള്ള ടേബിളിൽ നമ്മൾ എഴുതണം അല്ലേ. ഓരോ ഫ്രൂട്ടും ആപ്പിൾ എത്ര വീതമുണ്ട്, പൈനാപ്പിൾ, മാംഗോ, ഓറഞ്ചിലെ ഓരോ ഫ്രൂട്ടും എത്ര വീതമുണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നമ്പർ താഴെ എഴുതണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓരോന്ന് എണ്ണി നോക്കിയിട്ടില്ലേ, കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ താഴെയുള്ള ബോക്സിൽ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ പൈനാപ്പിൾ എന്താണ് ഒറ്റ ഒന്നുള്ളൂ അല്ലേ, മാംഗോ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത് മുകളിലുള്ള പിക്ചറിൽ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് താഴെയുള്ള ഈ ബോക്സിൽ എഴുതുക. വിച്ച് ഫ്രൂട്ട് ഈസ് ദി മോസ്റ്റ് ഇൻ നമ്പർ, ഏത് ഫ്രൂട്ടാണ് മോസ്റ്റ് ഇല്ലേ കൂടുതൽ എണ്ണം ഉള്ളത് അല്ലേ. നമ്പറിൽ കൂടുതൽ ഏതാണ്, ഏത് ഫ്രൂട്ടാണ് ഇതിൽ എണ്ണം കൂടുതലുള്ളത്, അതായത് 10 എണ്ണം ഉള്ളത്, 10 നമ്പർ ഉള്ളത് ഏതാണ്, ബനാനയാണല്ലേ. ബനാന എന്ന് എഴുതുക. വിച്ച് ഫ്രൂട്ട് ഈസ് ഓൺലി 1 ഇൻ നമ്പർ അല്ലേ, ഒറ്റ ഒന്നുള്ളത് ഓൺലി 1 ഇൻ നമ്പർ അല്ലേ, എണ്ണത്തിൽ ഒന്നുള്ളത് ഏതാണ്, പൈനാപ്പിൾ ആണല്ലേ. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ എന്ന് എഴുതുക. വിച്ച് ഫ്രൂട്ട്സ് ആർ സെയിം ഇൻ നമ്പർ അല്ലേ, സെയിം ആയിട്ട് നമ്പറിൽ ഒരുപോലെ ഉള്ളത്, സെയിം ആയിട്ടുള്ള ഏതാണ്, 3 ആണല്ലേ. ഒരുപോലെ ഉള്ളത് വേറെ ഇല്ലല്ലോ. മാംഗോയും ഓറഞ്ചും ആണ് 3 ഉള്ളതില്ലേ, സെയിം ആയിട്ടുള്ളത് 3 എണ്ണം വീതമാണുള്ളത്. അപ്പോൾ സെയിം ആയിട്ടുള്ളത് മാംഗോയും ഓറഞ്ചും എന്ന് ഇവിടെ എഴുതുക. ഹൗ മെനി മോർ ഗോവാസ് ആർ ദർ ദാൻ പൈനാപ്പിൾ അല്ലേ, പൈനാപ്പിളിനേക്കാളും എത്ര ഗോവാസ് ഉണ്ട്, കൂടുതൽ എത്ര ഗോവ ഉണ്ടല്ലേ. ഹൗ മെനി മോർ ഗോവാസ്, എത്ര ഗോവ കൂടുതലുണ്ട്. ആർ ദർ ദാൻ പൈനാപ്പിൾ അല്ലേ, പൈനാപ്പിളിനേക്കാളും എത്ര ഗോവാസ് അല്ലേ, പേരക്ക കൂടുതലുണ്ട്. നമ്മുടെ കൈതച്ചക്കയേക്കാൾ പേരക്ക എത്ര കൂടുതലുണ്ട്, പേരക്കയാണ് കൂടുതലല്ലേ, 8 എണ്ണം ഉണ്ട് അല്ലേ. ഒരു പൈനാപ്പിൾ ഉള്ളൂ. അപ്പോൾ 8ലേക്ക് എത്താൻ 7 എണ്ണം കൂട്ടുമ്പോഴല്ലേ 8 കിട്ടുക. 7 എണ്ണം കൂടുതലുണ്ട് 8ലേക്ക് എത്താൻ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പൈനാപ്പിളിൽ നിന്നും 8ലേക്ക് എത്തണം. 8 ഗോവ ഉണ്ട് അല്ലേ, ഇതിനേക്കാളും എത്ര കൂടുതലുണ്ട്. അപ്പോൾ 7 എണ്ണം കൂടുതലുണ്ട് അല്ലേ. 8 - 1 ചെയ്താലും മതി, 8 1 കുറച്ചാൽ 7, അല്ലെങ്കിൽ 1 നിന്നും 8ലേക്ക് എത്താൻ അല്ലേ. പൈനാപ്പിളിൽ നിന്നും ഗോവയിലേക്ക് എത്ര എണ്ണം കൂടുതലുണ്ട് അല്ലേ, 7 എണ്ണം കൂട്ടുമ്പോഴല്ലേ 8 കിട്ടുന്നത്. അപ്പോൾ 7 എണ്ണം കൂടുതലുണ്ട്. 7 എണ്ണം കൂട്ടിയാലുള്ള 8 ഗോവ കിട്ടുക. അപ്പോൾ പേരക്കയുടെ എണ്ണം 7 എണ്ണം കൂടുതലുണ്ട്. കൈതച്ചക്കയേക്കാൾ 7 എണ്ണം കൂടുതലുണ്ട് പേരക്കക്ക് അല്ലേ, 7 എണ്ണം കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. വിച്ച് ഫ്രൂട്ട്സ് ആർ മോർ ഇൻ നമ്പർ ദാൻ മാംഗോസ് അല്ലേ, ദാൻ മാംഗോസ് മാങ്ങയേക്കാൾ കൂടുതൽ എണ്ണമുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് അല്ലേ. അപ്പോൾ മാങ്ങ എത്ര എണ്ണമുള്ളത്, 3 എണ്ണമാണ്. അപ്പോൾ 3ൽ കൂടുതലുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെ നെയിമും നമുക്ക് എഴുതാം. ഓറഞ്ച്, ഗോവ, ബനാന. പേരക്കയും പഴവും അല്ലേ, ഇതെല്ലാം എന്താണ് 3ൽ കൂടുതലാണല്ലേ. മാംഗോയേക്കാൾ കൂടുതലുള്ള ഫ്രൂട്ട്സ് അല്ലേ ഏതൊക്കെയാണ്, പഴങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് അല്ലേ. മാങ്ങയേക്കാൾ 3 ആണ് മാങ്ങ. അപ്പോൾ 3ൽ കൂടുതലുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെ പേരും നിങ്ങൾക്ക് ഇവിടെ എഴുതാം. They took vessels from the school kitchen and made fruit salad. സ്കൂളിലെ കിച്ചണിൽ നിന്നും അവരെന്താണ് വെസൽസിലെ പാത്രങ്ങൾ എടുത്തു. ആൻഡ് മെയ്ഡ് ഫ്രൂട്ട് സലാഡ്, എന്നിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് others, എന്നിട്ട് ബാക്കിയുള്ളവരുമായി ഷെയർ ചെയ്തു, പങ്കിട്ടു. ക്യാൻ യു ആൾസോ മേക്ക് ഫ്രൂട്ട് സലാഡ്, നിങ്ങൾക്കും ഇതുപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിക്കൂടെ. വാട്ട് വെസൽ വുഡ് യു ടേക്ക് ഫ്രം ദി കിച്ചൺ, നിങ്ങൾ കിച്ചണിൽ നിന്ന് ഏതൊക്കെ പാത്രങ്ങൾ ഏതൊക്കെ വെസൽസ് നിങ്ങൾ എടുക്കും. റൈറ്റ് ഇൻ ദി ടേബിൾ ബിലോ, അത് താഴെയുള്ള ടേബിളിൽ എഴുതുക. ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ പാത്രങ്ങളാണ് വേണ്ടത്. ഇതുപോലെ വെള്ളം മുക്കുന്ന വലിയ ബക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ? വേണ്ട. നിങ്ങൾക്കുള്ള ഫ്രൂട്ട്സിലെ ഇതുപോലത്തെ ഒരു പാത്രത്തിലല്ലേ നിങ്ങൾ ഫ്രൂട്ട്സ് അരിഞ്ഞിടുക. അതുപോലെ അതിലെന്താണ് ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീമോ പഞ്ചസാരയൊക്കെ ഇട്ട ഫ്രൂട്ട് സലാഡായി അല്ലേ. അതല്ലേ ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത്. അത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കയ്യിൽ ഇവിടെ അതാണ് തന്നതില്ലേ, അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലേ. ഇവിടെ സ്പൂൺ ഉണ്ടല്ലേ, സ്പൂണും മതി അത് ഇളക്കാൻ വേണ്ടിയിട്ട് കയ്യിലും എടുക്കാൻ വേണമെങ്കിൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏതൊക്കെ പാത്രങ്ങൾ നിങ്ങൾ എടുക്കും, അത് എത്ര എണ്ണം വീതം നമ്പറിലെ അത് എത്ര എണ്ണം വീതം എടുക്കും എന്നുള്ളത്. 1 ആണെങ്കിൽ 2 ആളുകൾക്ക് വേണമെങ്കിൽ 2 പാത്രം എടുക്കാം. കോരി തിന്നാൻ 2 ആളുണ്ടെങ്കിൽ 2 സ്പൂണും വേണം ഇല്ലേ. അപ്പോൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമ്പറും ഇവിടെ എടുക്കുക. അറ്റ് മൈ ഹോം എൻ്റെ വീട്ടിൽ, ദി നമ്പർ ഓഫ് വെസൽസ് ഇൻ മൈ ഹോം എൻ്റെ വീട്ടിലുള്ള പാത്രങ്ങളുടെ എണ്ണം അല്ലേ. അപ്പോൾ ഈ ഗ്ലാസ് എത്ര എണ്ണം വീതമുണ്ട് നിങ്ങളുടെ വീട്ടിലെ, പ്ലേറ്റ് എത്ര എണ്ണം വീതമുണ്ട്, കയ്യിൽ സ്പൂണിലെ ഇങ്ങനത്തെ പാത്രങ്ങൾ ബക്കറ്റ് ഇതൊക്കെ എത്ര എണ്ണം വീതമുണ്ട്, നമ്പറാണ് ഇവിടെ താഴെ ഇടേണ്ടത്, നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങളുടെ എണ്ണം.
സ്നാക്സ് അല്ലേ, സ്നാക്സ് പലഹാരങ്ങൾ. മിലൻ വെൻ ടു ദി കിച്ചൺ ടു കൗണ്ട് ദി വെസൽസ്. മിലൻ എന്താണ്, പാത്രങ്ങൾ എണ്ണാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നതാണ് അല്ലേ. കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വെസൽസിൽ, അത് കൗണ്ട് ചെയ്യാൻ എണ്ണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഹിസ് മദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം. അവൻ്റെ അമ്മ എന്താണ്, ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഹിസ് ഫേവറേറ്റ് സ്നാക്ക് അല്ലേ, അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ണിയപ്പം, അതാണ് അമ്മ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് മൈ ബർത്ത്ഡേ, ഐ വിൽ ഗീവ് ഉണ്ണിയപ്പം ടു ആൾ മൈ ഫ്രണ്ട്സ്. ഇതെൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ എന്താണ് ഉണ്ണിയപ്പം കൊടുക്കും അല്ലേ, ഐ വിൽ ഗീവ് ഉണ്ണിയപ്പം. മിലൻ വെൻ ടു ഹിസ് ക്ലാസ് വിത്ത് ഉണ്ണിയപ്പം. മിലൻ അവൻ്റെ ക്ലാസ്സിൽ ഉണ്ണിയപ്പവുമായിട്ട് ചെന്നു. ഐ ലൈക്ക് ഇലയട മോർലി. എനിക്ക് ഇലയടയാണ് കൂടുതൽ ഇഷ്ടം എന്നൊരു കുട്ടി പറയുകയാണ്. ഇതിനർത്ഥം എന്താണ്, ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ആയിരിക്കും, ഓരോരുത്തർക്കും ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും. ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ഫേവറേറ്റ് സ്നാക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അവരുടെ ഫേവറേറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് പലഹാരം ഏതെന്ന് ചോദിക്കുക. മേക്ക് എ ടേബിൾ ഓഫ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലൈക്ക് ഈച്ച് സ്നാക്ക് യൂസിങ് പിക്ചർ ലൈക്ക് ദിസ്. അല്ലേ, ഒരു ടേബിൾ ഉണ്ടാക്കുക, അവർക്ക് എത്ര സ്നാക്സ് ഇഷ്ടപ്പെട്ട കുട്ടികളുടെ എണ്ണം അല്ലേ, നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലൈക്ക് സ്നാക്സ് അല്ലേ, ഓരോ സ്നാക്കും ഇഷ്ടപ്പെട്ട നമ്പേഴ്സിൽ എത്ര കുട്ടികൾക്കാണെന്നുള്ള ഇഷ്ടം അല്ലേ, ആ കുട്ടികളുടെ എണ്ണം ഈ പിക്ചർ യൂസ് ചെയ്തിട്ട് വരക്കാനാണ് പറഞ്ഞത്. ഒരു കുട്ടിക്കാണെങ്കിൽ ഇതുപോലെ ഒരു സൈൻ വെച്ചിട്ട് ഒരു കുട്ടിയെ വരക്കുക അല്ലെ. 2 കുട്ടികൾക്കാണ് ഇലയട അല്ലേ, ഇലയട എന്ന സ്നാക്ക് പലഹാരം ഇഷ്ടപ്പെട്ടത് ഒരു കുട്ടിക്കാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയെ വരക്കുക. 2 കൈയും 2 കാലും ഒരു തലയുള്ള ഈ ഇമോജി വെച്ചിട്ടില്ല, ഒരു കുട്ടിയാണെങ്കിൽ 1 വരക്കുക, 2 കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ 2 എണ്ണം. ഓരോ പലഹാരവും എത്ര കുട്ടികൾക്കാണോ ഇഷ്ടം, 5 കുട്ടികളാണ് പരിപ്പ് വട ഇഷ്ടമെങ്കിൽ ഇതുപോലത്തെ 5 ഇമോജി ഇവിടെ വരക്കുക. വിച്ച് സ്നാക്ക് ഈസ് ലൈക്ക്ഡ് ബൈ ദി മോസ്റ്റ് നമ്പർ. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്ക് ഇതിലേതാണ്. ഏറ്റവും കൂടുതൽ പരിപ്പ് വടയാണല്ലോ, 5 പരിപ്പ് വട ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് പരിപ്പ് വടയാണെങ്കിൽ പരിപ്പ് വട എന്നിവിടെ എഴുതുക. ഹൗ മനി, എത്ര എണ്ണമാണ്, 5 എണ്ണമാണെങ്കിൽ 5 എന്ന് എഴുതുക. ഹൗ മനി ലൈക്ക് ഉഴുന്നുവട, ഉഴുന്നുവട എത്ര പേർക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബോക്സിൽ എത്ര പേരാണുള്ളത്, ആ 3 ആണെങ്കിൽ ആ 3 എന്ന് എഴുതുക. വിച്ച് സ്നാക്ക് ഈസ് നോട്ട് ലൈക്ക്ഡ് ബൈ എനിവൺ. ഒറ്റ ആൾക്കുമില്ലേ നോട്ട് ലൈക്ക്ഡ് ബൈ എനിവൺ അല്ലേ, ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത സ്നാക്ക് ഏതാണ്. വിച്ച് സ്നാക്ക് ഈസ് നോട്ട് ലൈക്ക്ഡ് ബൈ എനിവൺ, ഒരാൾക്ക് പോലും ഇഷ്ടമില്ലാത്ത സ്നാക്ക് ഏതാണുള്ളത്, അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്നാക്ക് ഏതാണ്, ആ നെയിം ഇവിടെ എഴുതുക. ഒരാൾക്ക് പോലും ഇലയുടെ ഇഷ്ടമില്ലെങ്കിൽ ആർക്കും ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പലഹാരം അല്ലേ ഇവിടെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ ആ പേര് എഴുതുക. റൈറ്റ് സം ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, ആസ്ക് യുവർ ഫ്രണ്ട്സ് ആൾസോ. നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ചിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അതുപോലെ അല്ലേ, മോസ്റ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ലീസ്റ്റ് നമ്പർ ഏറ്റവും കുറവ് സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നമുക്ക് ചോദിക്കാം അല്ലേ. വിച്ച് സ്നാക്ക് ഈസ് ലൈക്ക്ഡ് ബൈ ദി ലീസ്റ്റ് നമ്പർ അല്ലേ, ഏറ്റവും കുറവ് നമ്പർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്ക് ഏതാണെന്ന് ചോദിക്കാം. അവിടെ മോസ്റ്റ് നമ്പർ അല്ലേ ചോദിക്കും. അതുപോലെ ഹൗ മനി, എത്ര എണ്ണം എന്ന് ചോദിക്കാം. ഹൗ മനി ലൈക്ക് ഉഴുന്നുവട എന്നുണ്ട്. അതുപോലെ ഓരോ പലഹാരം നമുക്ക് ചോദിച്ചൂടെ, ഹൗ മനി ലൈക്ക് ഉള്ളിവട അല്ലെ, ഹൗ മനി ലൈക്ക് ബോണ്ട അല്ലെ, ഹൗ മനി ലൈക്ക് ഉണ്ണിയപ്പം അല്ലെ, ഹൗ മനി ലൈക്ക് നെയ്യപ്പം. ഓരോ പലഹാരത്തിൻ്റെ നമുക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഓരോ പലഹാരത്തിൻ്റെ നമുക്ക് എടുത്ത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. ടോയ് വെഹിക്കിൾസിലെ വെഹിക്കിൾസിൻ്റെ ടോയ്സ്. ദേ വെൻറ്റ് ടു ദി ടോയ് ഷോപ്പ് ടു ബൈ എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ മിലൻ. മിലന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ ഒരു ടോയ് ഷോപ്പിൽ ചെന്നതാണ്. സീ ദി മെനി ടോയ് വെഹിക്കിൾസ് ഇൻ ദി പിക്ചർ അല്ലേ, ഇവിടെ ഒരുപാട് ടോയ് വെഹിക്കിൾസ് ഉണ്ടല്ലേ, അതായത് കളിപ്പാട്ടങ്ങൾ, വാഹനങ്ങളുടെ കളിപ്പാട്ടങ്ങളുണ്ട് ഈ ചിത്രത്തിൽ. ഡ്രോ ആസ് മെനി പിക്ചേഴ്സ് ഓഫ് ഈച്ച് ടോയ് ആസ് ദർ ആർ ഇൻ ദി ഷോപ്പിൽ. ഈ ഷോപ്പിലുള്ള ഓരോ ചിത്രങ്ങൾ, ഈ ടോയ്കളുടെ ചിത്രം നിങ്ങൾ വരക്കണം. റൈറ്റ് ദർ നമ്പർ ആൾസോ, അതിൻ്റെ നമ്പർ ഇവിടെ എഴുതണം. ഓരോ പിക്ചറും വരക്കാൻ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെയുള്ള കാറുകളുടെ എണ്ണം ഇവിടെ കൗണ്ട് ചെയ്തിട്ട് എഴുതണം. എത്ര കാറുണ്ട്, 1 2 3 4 5 6 7 8 8 കാറുകളുണ്ട്. അപ്പോൾ 8 എന്ന് എഴുതിയിട്ട് ഇവിടെ 8 കാറുകളുടെ ഇതേപോലെ 8 കാറുകളുടെ ചിത്രം വരക്കണം പിക്ചേഴ്സ് എന്നുള്ളിടത്ത്. ബസ്സുകളുടെ എണ്ണം ഇവിടുന്ന് എഴുതിയിട്ട് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ നമ്പർ എഴുതുക. എത്ര ബസ് ഉണ്ടോ ആ ബസ്സുകളുടെ എണ്ണം ഇവിടെ വരയ്ക്കേണ്ടതാണ്. ഓരോന്നും ജീപ്പ്, എയറോപ്ലെയിൻ, സൈക്കിൾ, ഓട്ടോറിക്ഷ അല്ലെ, ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് എണ്ണം എഴുതുക. എത്ര എണ്ണം ഉണ്ടോ അത് വരച്ചും കാണിക്കുക. വിച്ച് വെഹിക്കിൾ ഈസ് ദി ലീസ്റ്റ് ഇൻ നമ്പറിൽ. ഏറ്റവും കുറവ് നമ്പറുള്ള വെഹിക്കിൾ ഏതാണ്, ലീസ്റ്റ് ഇൻ നമ്പറിലെ. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ളതാണ് എയറോപ്ലെയിൻ ആണല്ലേ. വിമാനം എന്താണ് ഒറ്റ ഒന്നുള്ളൂ, അപ്പോൾ ഏറ്റവും കുറവുള്ളത് എയറോപ്ലെയിൻ ആണ്. വിച്ച് വെഹിക്കിൾ ആർ ഓഫ് ദി സെയിം നമ്പറിലെ, ഒരേ നമ്പറുള്ള വെഹിക്കിൾസ് ഏതൊക്കെയാണ്, ഒരേ നമ്പറുള്ള വെഹിക്കിൾസ് ഏതൊക്കെയാണ്, കാറും ബൈസൈക്കിളും ഇല്ലേ. സൈക്കിളും കാറും എന്താണ് ഒരേ നമ്പർ, 8 നമ്പറല്ല ഉള്ളത്, അപ്പോൾ അത് രണ്ടും ഒരേ സെയിം നമ്പർ ഉള്ളതാണ്. അപ്പോൾ അത് ഇതാ മൈ ക്വസ്റ്റ്യൻസ് എന്നുള്ളിടത്ത് നിങ്ങൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയതാണല്ലേ, എൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, എൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് വിച്ച് വെഹിക്കിൾ ഈസ് മോസ്റ്റ് നമ്പർ എന്ന് എഴുതി കൂടെ. ഇവിടെ ലീസ്റ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ മോസ്റ്റ് ഏറ്റവും കൂടുതൽ ഏത് വെഹിക്കിളാണുള്ളതെന്ന് ചോദിക്കാം. അതുപോലെ ഓരോന്നും എത്ര വീതമുണ്ടെന്ന് ചോദിക്കാം അല്ലേ. ഹൗ മെനി നമ്പർ ഓഫ് ഓട്ടോറിക്ഷ ആർ ദർ അല്ലേ, എത്ര ഓട്ടോറിക്ഷ ഉണ്ട് അല്ലെ, എത്ര ബസ് ഉണ്ട്, ഹൗ മെനി നമ്പേഴ്സ്, ഹൗ മെനി മോർ കാർസ് ആർ ദർ ദാൻ എയറോപ്ലെയിൻ. എയറോപ്ലെയിനേക്കാളും എത്ര കാറുകൾ കൂടുതലുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൂട്ട്സിൻ്റെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ അല്ലേ, ഗോയേക്കാളും എത്ര കൂടുതലുണ്ട്, മറ്റേ ഫ്രൂട്ട്സ് ഒന്നും ചോദിച്ചില്ല. അതേപോലെ തന്നെ നമുക്ക് കാറാണ് കൂടുതലില്ലേ, കാർ എയറോപ്ലെയിനേക്കാളും എത്ര കൂടുതലാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഓരോന്നും എത്ര വീതമുണ്ടെന്നൊക്കെ നമുക്കല്ലേ. ഹൗ മെനി സൈക്കിൾസ് ആർ ദർ, ഹൗ മെനി ഓട്ടോറിക്ഷസ് ആർ ദർ, ഹൗ മെനി ബസ്സസ് ആർ ദർ, അവിടെ എത്ര ബസ്സുകളുണ്ട്, അങ്ങനെ ഓരോന്നും ചോദിക്കുക. അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഇതിനേക്കാൾ ഒന്ന് എത്ര കൂടുതലുണ്ട് അല്ലേ, സൈക്കിളിനേക്കാളും മറ്റേത് എയറോപ്ലെയിൻ എത്ര കുറവാണ് അല്ലേ, എത്ര കൂടുതലാണെന്നൊക്കെ ഓരോന്നും കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
സോ മച്ച് ടു സീ. വാട്ട് തിങ്സ് ഡു യു സീ ഇൻ യുവർ സ്കൂൾ ബിൽഡിംഗ്? നിങ്ങളുടെ സ്കൂളിൻ്റെ ബിൽഡിംഗ് നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് കാണുന്നത്? ഡോർസ്, വിൻഡോസ്, ബ്ലാക്ക് ബോർഡ്സ്, ലൈറ്റ്, ഫാന്, സ്വിച്ചസ് ആൻഡ് സോൺ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലേ. ബ്ലാക്ക് ബോർഡ്, വിൻഡോ, ലൈറ്റ്, ഫാനൊക്കെ കാണുന്നുണ്ട്. മേക്ക് എ ടേബിൾ ഓഫ് ദീസ്. ഇതിൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഐറ്റംസ് എന്നുള്ളടത്ത് എന്തൊക്കെ സാധനങ്ങളാണ് സ്കൂളിലുള്ളതില്ലേ? വിൻഡോ ഡോർ, ഐറ്റംസിൻ്റെ നെയിം എഴുതുക. നമ്പർ ഇൻ പിക്ചേഴ്സ്, നമ്പേഴ്സിൽ അത് എത്ര എണ്ണമാണെന്ന് നമ്പർ ഇവിടെ എഴുതുക. വിൻഡോ, ഒരു ക്ലാസ്സിൽ 2 വിൻഡോ ആണുള്ളതെങ്കിൽ 2 എന്ന് എഴുതുക. അത് എത്ര പിക്ചേഴ്സിലെ 2 വിൻഡോൻ്റെ പിക്ചർ ഇവിടെ വരയ്ക്കുക. നമ്പർ ഇൻ പിക്ചേഴ്സ് ആണ്, എണ്ണം എഴുതാനല്ല. ഇവിടെ പിക്ചർ, ചിത്ര രൂപത്തിലെ ഡോർ എത്ര എണ്ണം ഉണ്ടല്ലേ? ഒന്നാണെങ്കിൽ 1 എഴുതിയിട്ട് ഒരു ഡോറിൻ്റെ പിക്ചർ വരയ്ക്കുക. അങ്ങനെ ഓരോന്നും അങ്ങനെ വരച്ചും എഴുതിയും കംപ്ലീറ്റ് ചെയ്യുക. മൈ ക്വസ്റ്റ്യൻസ് എന്നുള്ളടുത്ത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസിലെ ഇതുപോലെ ഉണ്ടാക്കി എഴുതാം അല്ലേ. എത്ര വിൻഡോസ് ആണുള്ളതില്ലേ? ഹൗ മെനി വിൻഡോസ് ആർ ദർ? ഹൗ മെനി ഡോർസ് ആർ ദർ? ഹൗ മെനി ഫാൻസ് ആർ ദർ? വിച്ച് ഐറ്റം ഈസ് മോർ ഇൻ നമ്പറിൽ? ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? വിച്ച് ഐറ്റം ഈസ് ലെസ് ഇൻ നമ്പറിൽ? ഏറ്റവും കുറവ് ഐറ്റം ഏതാണ്? ഏറ്റവും കുറവുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്നൊക്കെ ചോദിക്കാം. വിച്ച് ഐറ്റം ആർ ഓഫ് ദി സെയിം നമ്പറിലെ? ഒരുപോലെ നമ്പറിലെ, ഒരേ എണ്ണം ഉള്ളത്. അതായത് ഫാനും ലൈറ്റ് ഓരോന്നുണ്ടെങ്കിൽ, ഫാനും ലൈറ്റ് ഓരോന്ന് വിധമാണെങ്കിൽ അതെന്താണ്? ഒരേ നമ്പറാണല്ലേ. സെയിം നമ്പറുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം അല്ലേ. പിക്ചർ റീഡിങ്. ലുക്ക് അറ്റ് ദി പിക്ചർ ഓൺ പേജ് 173. 173ലുള്ള പിക്ചർ നോക്കൂ. വിച്ച് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഡു യു സീ? ഏതൊക്കെ ആനിമൽസിനും ബേർഡ്സിനെയാണ് നിങ്ങൾ കാണുന്നത്? റൈറ്റ് ഇൻ ദിസ് ടേബിൾ. അത് ഈ ടേബിളിൽ എഴുതുക. നെയിം, മങ്കി, ഓരോ ആനിമൽസിൻ്റെ ബേർഡ്സിൻ്റെ നെയിം എഴുതുക. എത്ര എണ്ണം വീതം എണ്ണുന്നത് കൗണ്ട് ചെയ്തിട്ട് എണ്ണി നോക്കിയിട്ട് ഇവിടെ എഴുതുക. പേജ് നമ്പർ 174, 173 നമ്മുടെ ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ പേജിലെ. അപ്പോൾ ഓരോന്ന് മങ്കി എന്നിട്ട് മങ്കി എത്ര എണ്ണം വീതമുണ്ട് കൗണ്ട് ചെയ്യുക. പാരറ്റിലെ തത്തകൾ എത്ര എണ്ണം ഉണ്ട്? ക്രോലെ കാക്കച്ചി എത്ര എണ്ണം ഉണ്ട്? അണ്ണാൻ എത്ര എണ്ണം വീതമുണ്ട് എന്നൊക്കെ കൗണ്ട് ചെയ്ത് എണ്ണിട്ട് ഓരോ ആനിമൽസിൻ്റെ പേരും ബേർഡ്സിൻ്റെ പേര് എഴുതുക. എണ്ണിട്ട് ഈ ടേബിളിൽ എഴുതുക. ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ട് ഇതിന് ഓരോന്നും ക്വസ്റ്റ്യൻ. ഹൗ മെനി മങ്കീസ് ആർ ദർ? എത്ര മങ്കികളുണ്ട്? ഹൗ മെനി റാബിറ്റ്സ് ആർ ദർ? എത്ര മുയലുകളുണ്ട്? ഹൗ മെനി എന്ന് പറഞ്ഞിട്ട് ഓരോ ആനിമൽസും ബേർഡ്സും എത്ര എണ്ണം വീതമുണ്ട് അല്ലേ. ഒന്നിനേക്കാൾ ഒന്ന് കൂടുതലില്ലേ. റാബിറ്റിനേക്കാൾ എത്ര മങ്കി കൂടുതലുണ്ടല്ലേ. ഹൗ മെനി മങ്കീസ് ആർ ദർ മോർ ദാൻ റാബിറ്റ്? റാബിറ്റിനേക്കാളും എത്ര കൂടുതൽ മങ്കീസ് ഉണ്ടെന്ന് ചോദിക്കാം. അങ്ങനെ ഓരോ കമ്പയർ ചെയ്തിട്ടില്ലേ, ഓരോന്ന് എത്ര വീതം ഉണ്ട്. അതുപോലെ ഏറ്റവും കൂടുതലല്ലേ. വിച്ച് ആനിമൽ ഈസ് ലീസ്റ്റ് ഇൻ നമ്പറിൽ? ഏറ്റവും കുറവ് ആനിമൽ ഉള്ളത് ഏതാണ്? വിച്ച് ആനിമൽ ഈസ് മോസ്റ്റ് ഇൻ നമ്പറിൽ? ഏറ്റവും കൂടുതൽ ആനിമൽസ് ഏതാണ് അല്ലേ. മങ്കി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് അത് എഴുതുക. ഏറ്റവും കുറവ് ഏതാണെന്ന് എഴുതാം അല്ലേ. നമ്പറിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, ഏറ്റവും കുറവ് ഏതാണെന്നൊക്കെ ചോദിക്കാം. ഒന്നിനേക്കാൾ കൂടുതൽ ഏത് ആനിമലാണല്ലേ, ഏത് ബേർഡ്സ് ആണ്? അതൊക്കെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് എഴുതാം. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇതിൽ തന്നെ ഒരു അസസ്മെൻറ്റ് പ്രോബ്ലംസ് കൂടി ഉണ്ടല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, അതുകൂടി ചെയ്താൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഹൗ മെനി ചിൽഡ്രൻ? എത്ര കുട്ടികളുണ്ട്? ദി ടേബിൾ ഷോസ് ദി ഡാറ്റ ഓഫ് സ്റ്റുഡൻസ് ഇൻ മിലൻ സ്കൂൾ. മിലൻ്റെ സ്കൂളിലുള്ള കുട്ടികളുടെ എണ്ണം അല്ലേ ഡാറ്റ കാണിക്കുന്ന ടേബിളാണ്. അതായത് നമ്പർ ഓഫ് ബോയ്സ്, നമ്പർ ഓഫ് ഗേൾസിൽ എത്ര ആൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്, ആ എണ്ണവും ആ ക്ലാസ്സിലെ 1, 2, 3, 4 4 ക്ലാസ്സുകളിലെ എണ്ണം അല്ലേ. മിലൻ്റെ സ്കൂളത്തെ സ്റ്റുഡൻസിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളുടെ എണ്ണം, പെൺകുട്ടികളുടെ എണ്ണം, 2ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം, 3ലുള്ളത്, 4ലുള്ളത്. വിച്ച് ക്ലാസ് ഹാസ് ദി മോസ്റ്റ് നമ്പർ ഓഫ് ഗേൾസിൽ? ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ള ക്ലാസ് ഏതാണ്? മോസ്റ്റ് നമ്പർ ഓഫ് ഗേൾസ്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് ഇതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? 22 അല്ലേ ഏറ്റവും വലിയ നമ്പർ. അതേത് ക്ലാസ്സിനാണ്? 3ാം ക്ലാസ് ആണല്ലേ. ക്ലാസ് 3ക്കാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ളത്. 22 കുട്ടികളുണ്ട്. വിച്ച് ക്ലാസ് ഹാസ് ദി മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? ഏത് ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്? ആൺകുട്ടിയും പെൺകുട്ടിയല്ല, ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏത് ക്ലാസ്സിനാണ്? അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ ടോട്ടൽ നമ്മൾ കാണണം അല്ലേ. ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ചിൽഡ്രൻ ആണ് ചോദിച്ചത്. ഏത് ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്? അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും 1ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം കിട്ടാൻ ഇത് രണ്ടും കൂടി കൂട്ടിയതല്ലേ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂട്ടിയത് 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയതാണ്. അത് കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസിലെ രണ്ടുപേരും കൂടി ചേർന്നതാണ് ആ ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂട്ടി നോക്കിയിട്ട് അത് എഴുതുക. എന്നിട്ട് ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? അതിൽ ആ ക്ലാസ്സിലായിരിക്കും കുട്ടികളുടെ എണ്ണം കൂടുതലുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് 3ാം ക്ലാസ്സിലാണല്ലേ. ഇതല്ലേ ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ ഏറ്റവും വലിയ നമ്പറാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. ഹൗ മെനി ബോയ്സ് ആർ ഫീവർ ഇൻ ക്ലാസ് 4 ദാൻ ദി ബോയ്സ് ഇൻ ക്ലാസ് 1? 1ാം ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണം 4ാം ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണത്തേക്കാൾ എത്ര കുറവാണെന്നാണ് ചോദിച്ചത് അല്ലേ. എത്ര ഫീവർ ആണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 4ാം ക്ലാസ്സിലെ ആൺകുട്ടികളെ ബോയ്സിൻ്റെ എണ്ണം ഹൗ മെനി ബോയ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ 4ാം ക്ലാസ്സിൽ എത്രയാണ്? 20 ആൺകുട്ടികളുണ്ട്. അതിൽ നിന്നും 1ാം ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളാണുള്ളത്? 15 ആൺകുട്ടികളാണ്. 20 നിന്ന് 15 പോയാൽ എത്രയാണ്? 5 ആണല്ലേ, 5 ആണ്. അപ്പോൾ 5 കുട്ടികൾ കൂടുതലാണ് 4ാം ക്ലാസ്സിൽ. അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ നിന്നും 5 കുട്ടികൾ കുറവാണ് 1ാം ക്ലാസ്സിൽ. 2 തരത്തിൽ നമുക്ക് പറയാം അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ക്ലാസ്സസ് ഹാവ് ദി സെയിം നമ്പർ ഓഫ് ബോയ്സിൽ? ഏത് ക്ലാസ്സിനാണ് ഒരേ നമ്പർ സെയിം നമ്പർ ഓഫ് ബോയ്സ് ഉള്ളത്? അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം ഇതല്ല ആൺകുട്ടി നമ്പർ ഓഫ് ബോയ്സ്, ഇത് നമ്പർ ഓഫ് ഗേൾസ് ആണല്ലേ. ഒരേ നമ്പർ ഉള്ളത് 20 20 അല്ലേ സെയിം ഉള്ളത്, വേറെ ഏതുമില്ലല്ലോ. അപ്പം 2ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് സെയിം നമ്പർ ഓഫ് ബോയ്സ് ആണ്. 2 പേർക്കും 20 ബോയ്സ് ആണുള്ളത്. ഇൻ മിലൻ സ്കൂൾ ഹൗ മെനി ബോയ്സ് ആർ ദർ? അല്ലെ മിലൻ്റെ സ്കൂളിൽ എത്ര ബോയ്സ് ഉണ്ട് അല്ലെ. ടോട്ടൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആൺകുട്ടികളുടെ എല്ലാം ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് ഇവിടെ എഴുതുക അല്ലേ. ഹൗ മെനി ഗേൾസ് ആർ ദർ? അല്ലേ എത്ര പെൺകുട്ടികളുണ്ട്? ഗേൾസ് എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എല്ലാം കൂടി കൗണ്ട് ചെയ്തിട്ട് കൂട്ടുക, ആഡ് ചെയ്യുക അല്ലേ. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ടോട്ടൽ ഗേൾസിൻ്റെ എണ്ണം കിട്ടും അല്ലേ. ആകെ പെൺകുട്ടികളുടെ എണ്ണമാണ്. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിലെ? ആകെ കുട്ടികളുടെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ആകെ കുട്ടികളുടെ എണ്ണം കിട്ടാൻ ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ടോട്ടൽ കൂട്ടി നോക്കുക അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഇത് കിട്ടും.
അല്ലേ ഇവിടെ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ടോട്ടൽ കണ്ടു, പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ടോട്ടൽ കണ്ടു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആകെ കിട്ടാൻ ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളെ 2 പേർത്തോടെ ആഡ് ചെയ്താൽ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെത് കിട്ടി. അല്ലെങ്കിൽ നമ്മളിവിടെ ഓരോ ക്ലാസ്സിൻ്റെത് ആഡ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ഓരോ ക്ലാസ്സിൻ്റെത് അത് ആഡ് ചെയ്താലും ടോട്ടൽ കിട്ടും ഇല്ലേ. ഓരോ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾ ക്ലാസ്സിലെ എണ്ണം കൂട്ടിയാലും നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് 152 എന്ന് കിട്ടും അല്ലേ, 152 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ ടോട്ടൽ കൂട്ടിയാലും മതിലേ, ഓരോ ക്ലാസ്സിലെ എണ്ണം അത് കൂട്ടിയാലും നമുക്ക് 152 തന്നെയാണ് കിട്ടുക. അല്ലെങ്കിൽ ടോട്ടൽ ആൺകുട്ടികളുടെ എണ്ണവും ടോട്ടൽ പെൺകുട്ടികളുടെ എണ്ണം കൂട്ടിയാൽ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് 152 എന്ന് കിട്ടും. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ഇനി എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, ഈ വർഷം ന്യൂ സിലബസ് ആണ്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കമൻറ്റ് ബോക്സ് ചിലപ്പോൾ ഓഫ് ആവാൻ സാധ്യതയുണ്ട്. ചില 3ാം ക്ലാസ്സിൻ്റെ എല്ലാ കമൻറ്റ് ബോക്സ് ഓഫ് ആയിട്ടുണ്ട്. അത് മെയ്ഡ് ഫോർ കിഡ്സ് ആയതുകൊണ്ട് യൂട്യൂബ് ഓഫ് ആക്കുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വീഡിയോസ് ലഭിക്കുന്നതാണ്.